അംഗനവാടിക്ക് ശിലയിട്ടു. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് 62-ാം നമ്പർ അംഗനവാടിക്കാണ് ശിലയിട്ടത്. വയനകം സ്വദേശി സോമന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകിയ 5 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിൽ 62-ാം നമ്പർ അംഗനവാടിക്കാണ് ശിലയിട്ടത്. ഓച്ചിറ വയനകം ധർമാലയത്തിൽ സോമന്റെ സ്മരണയ്ക്കായി കുടുംബാംഗങ്ങൾ നൽകിയ 5 സെന്റ് സ്ഥലത്താണ് അംഗനവാടി നിർമ്മിക്കുന്നത്. MLAയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 15 ലക്ഷം രൂപയാണ് നിർമ്മാണത്തിനായി വിനിയോഗിക്കുന്നത്. CR മഹേഷ് MLA അംഗനവാടിയുടെ ശിലാസ്ഥാപനം നിർവഹിച്ചു. ആ കുടുംബത്തോടുള്ള നന്ദിയും കടപ്പാടും ഈ അവസരത്തിൽ അറിയിക്കുക. ഒരു തുണ്ട് ഭൂമി നടന്നു പോകാൻ പോലും ആരും വഴി കൊടുക്കാത്ത ഈ കാലഘട്ടത്തിൽ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് ഇത്രയും ഭൂമി സർക്കാരിന് വേണ്ടിയിട്ട് പകരം തൊഴിൽ ആവശ്യപ്പെടാതെ മറ്റൊന്നും ആവശ്യപ്പെടാതെ സമയബന്ധിതമായി കെട്ടിടം പണി പൂർത്തീകരിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്നുള്ള ഒറ്റ നിബന്ധന വെച്ചുകൊണ്ട് ഈ സ്ഥലം വിട്ടു നൽകിയ ധർമാലയത്തിലെ അമ്മയുൾപ്പെടെയുള്ള മുഴുവൻ കുടുംബാംഗങ്ങളോടുമുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിച്ചുകൊണ്ട് വളരെ ലളിതമായ ഒരു ശിലാസ്ഥാപന ചടങ്ങായിട്ട് കൂടി ഇതിൻ്റെ പ്രാധാന്യം മനസ്സിലായിക്കൊണ്ട് ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും രാവിലെ തന്നെ എത്തിച്ചേർന്ന മുഴുവൻ പേരെയും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദ്യമായി സ്വാഗതം ചെയ്തുകൊണ്ട് എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒരു തടസ്സവുമില്ലാതെ പൂർത്തീകരിക്കട്ടെ എന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് N കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. അങ്ങനെ ഒരുപാട് കാലവിളംബരങ്ങൾ നേരിട്ടെങ്കിലും ഇതിന് ഒരു കാര്യം കൂടി നമ്മൾ പറയുകയാണ്. ഇത് എടുത്തിരിക്കുന്ന കോൺട്രാക്ടർ അദ്ദേഹം എത്രയും പെട്ടെന്ന് ഇത് പണി പൂർത്തീകരിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതാണ് ഏറെ നമുക്ക് സന്തോഷം നൽകുന്നത്. പ്രിയപ്പെട്ട അമ്മണി ചേച്ചിയും അതുപോലെ തന്നെ ആ കുടുംബവും ഉള്ള ബന്ധം ഒരിക്കലും ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന് മറക്കാൻ കഴിയുന്നതല്ല. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K മോഹനൻ, വൈസ് പ്രസിഡന്റ് മുബീന നാസിം, ഗീതാകുമാരി, B സവന്തികുമാരി, ലീന പ്രവീൺ, BS വിനോദ, ബിനു, അൻസാറെ മലബാർ, സ്വപ്നകുമാരി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.